ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ മത്തിയാണ്. അപ്പോൾ എൻ്റെ നിഹാപ്പിക്കും വളരെ ഇഷ്ടമുള്ളൊരു മീനാണ് മത്തി. അവനതുണ്ടെങ്കിൽ മാത്രമേ ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ മത്തിയാണ് കേട്ടോ ഞങ്ങളുടെ കറി ഇന്നത്തേത്. അപ്പോൾ എൻ്റെ മോൾക്കൊരാഗ്രഹം, ഉമ്മി ഒന്ന് പറയുമോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനൊരു വീഡിയോ വോയിസ് ഇട്ട് പറയാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മീൻ നന്നായി കഴുകി ശേഷം നന്നായി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് ആവശ്യത്തിന് മാത്രം പൊരിച്ച് പിള്ളേർക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണമായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മളൊരു തേങ്ങ അരച്ചും കൂടിയുള്ള കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വീഡിയോ എൻ്റെ നിന്ന് സ്കിപ്പായി പോയി, വേറൊന്നും തോന്നരുത്. അങ്ങനെ ഞങ്ങൾ മീൻ പൊരിച്ചു. ഇപ്പോൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനുള്ള ടൈമായിട്ട് അപ്പോൾ ഞാനതാണ് ഇപ്പോൾ മീൻ പൊരിക്കുന്നത്. അങ്ങനെ ആവശ്യത്തിനുള്ള മീൻ ഞങ്ങൾ പൊരിച്ചു റെഡിയാക്കി. ഇനിയിപ്പോൾ ഒരു തേങ്ങ അരച്ചുള്ള കറിയാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾ തേങ്ങ അരച്ച കറികളൊന്നും കൂട്ടില്ല. അയാൾക്ക് മീൻ പൊരിച്ചുണ്ടെങ്കിൽ മാത്രം ചോറ് തിന്നുകയുള്ളൂടെ. പിന്നെ ഞാൻ തേങ്ങ അരച്ചുള്ള കറിയാണ്. ഒരു പകുതി തേങ്ങയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, ഒരു 3-4 ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായി വെള്ളമൊഴിച്ച് അരച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വീടിൻ്റെ സ്കിപ്പായി പോയി. അങ്ങനെ നമ്മൾ നന്നായി അരച്ച് ചട്ടിയിലോട്ട് ഒഴിച്ച് തിള വരുമ്പോൾ തന്നെ ഞങ്ങൾ ചാള ഇട്ട് കൊടുത്തു. പിന്നെ കറി റെഡിയായതിന്